ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മൊഞ്ചു മികച്ച പ്രവാചകനേട്ടൻ സുന്ദരി ചെന്ന് വിളിച്ചില്ലേ, ഹക്കിലെ ദൂതരൊളിഞ്ഞകലുമ്പോൾ കന്യകൾ അന്താളിച്ചില്ലേ, ലക്ഷ്യം തെറ്റിപ്പോയില്ലേ, ആ തങ്ക കൈ മുറിഞ്ഞില്ലേ. കല്ലിന്റെ മുകളിൽ മറ്റിങ്ങനെ കല്ലിന്റെ മുകളിൽ ചളിയുടെ വെള്ളം നമ്മളിങ്ങനെ കൈകൊണ്ട് വെള്ളം ഇങ്ങനെ പോയിട്ട് തട്ടി തട്ടി ഇങ്ങനെ ഇങ്ങനെ. ഹായ് ഫ്രണ്ട്സ്, ശാരിക വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒളവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഒളവപ്പാറ. ഇവിടെ സർക്കാർ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയായിട്ടും ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ എരുന്ത് വരുന്നൊരു കാഴ്ചയാണ്. പിന്നെ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനും കൂടിയാണ് കേട്ടോ ഒളവപ്പാറ. അതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമഴക്കാലം, പഞ്ചാഗ്നി, ആ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഒളവപ്പാറ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ഈ മോളെ. ഒരു കുഞ്ഞു ഗായികയാണ്. നമുക്ക് മോളെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. മോളെ പേരെന്താ പറഞ്ഞേ? ഹെന മെഹറിൻ. ഹെന മെഹറിൻ. ഇതാ ഹെന മെഹറിൻ്റെ അനിയനാണ് കേട്ടോ. എന്താ പേര് പറ? എന്താണ്? ഹൽദിൻ. പിന്നെ മോളെ ഏത് സ്കൂളാണ്? ഞാൻ MJSS. എത്രയല്ല പഠിക്കുന്നത്? 8th. അപ്പോൾ എനിക്കൊരു പാട്ട് എടുത്തരോ? അപ്പോൾ നമുക്ക് എന്തായാലും ഹെന മെഹറിൻ്റെ ഒരു സൂപ്പർ പാട്ട് കേട്ട് വരാം. സ്വർഗീയ സുഖം ചാമരം വീശുന്നേ, സ്വർണ സിംഹാസനം ചെങ്കതിർ കത്തുന്നേ, രാജാങ്കണത്തിൻ സൂരരാജൻ തകർക്കുന്നേ, രാജാതിരാജൻ കേട്ട് താളം പിടിക്കുന്നേ, താളം പിടിക്കുന്നേ, മേളം നടക്കുന്നേ. സ്വർഗീയ സുഖം ചാമരം വീശുന്നേ, സ്വർണ സിംഹാസനം ചെങ്കതിർ കത്തുന്നേ, രാജാങ്കണത്തിൻ സൂരരാജൻ തകർക്കുന്നേ, രാജാതിരാജൻ കേട്ട് താളം പിടിക്കുന്നേ, താളം പിടിക്കുന്നേ, മേളം നടക്കുന്നേ. മുട്ടുകൾ ദഫുകൾ വീണ സിതാര, മട്ടുകൾ ഒപ്പന ശീതകളേറ, പട്ടുകൾ ചുറ്റിയ നർത്തകിമാരാ. മുട്ടുകളൊപ്പന ശീതകളേറാ, പട്ടുകൾ ചുറ്റിയ നർത്തകിമാരാം.
പാടുക. മുട്ടുകളൊപ്പന വീണ സിതാര മട്ടുകളൊപ്പന ശീതകളേറ പട്ടുകൾ ചുറ്റിയ നർത്തകിമാരാം സ്വർഗീയ സുഖം ചാമരം വീശുന്നേ സ്വർണ സിംഹാസനം ചെങ്കതിർ കത്തുന്നേ രാജാഗണത്തിൻ സൂരരാജൻ തകർക്കുന്നേ രാജാതിരാജൻ കേട്ട് താളം പിടിക്കുന്നേ മേളം നടക്കുന്നേ പുലരിപ്പു ചിരിയുള്ള തരുണികളടുത്ത് പുരികമിലെടുത്തവർ മീയമ്പത്തൊടുത്ത് പുളകപ്പു കരൽ കൊണ്ട് മഹാരാജൻ്റെ അടുത്ത് പുലരിപ്പു ചിരിയുള്ള തരുണികളടുത്ത് പുരികമിലെടുത്തവർ മീയമ്പത്തൊടുത്ത് പുളകപ്പു കരൽ കൊണ്ട് മഹാരാജൻ്റെ അടുത്ത് സ്വർഗീയ സുഖം ചാമരം വീശുന്നേ സ്വർണ സിംഹാസനം ചെങ്കതിർ കത്തുന്നേ രാജാഗണത്തിൻ സൂരരാജൻ തകർക്കുന്നേ രാജാതിരാജൻ കേട്ട് താളം പിടിക്കുന്നേ മേളം നടക്കുന്നേ. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് നമ്മളെ ഹന്നക്കുട്ടി. അപ്പോൾ ഹന്നക്കുട്ടീൻ്റെ വേറെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹന്നക്കുട്ടി സ്കൂളിൽ വാർത്ത വായിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറ. വാർത്ത വായിക്കാറുള്ള സ്കൂളിൽ മിസ്സ് പറഞ്ഞിട്ടാണ് വാർത്ത വായിക്കുന്നത്, ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഉപ്പ ഗ്രൂപ്പിൽ വിടലുണ്ടായി. അപ്പോൾ അങ്ങനെ ഓലിങ്ങനെ പറയും നല്ലതാണ് എന്നൊക്കെ, അങ്ങനെ ഓല് വേറെ ഗ്രൂപ്പിലൊക്കെ എടുത്ത് വിടും, അങ്ങനെ ഫേമസ് ആയതാണ്. ആണല്ലേ. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയില്ല ഹന്നക്കുട്ടി? എന്താ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ? ഹന്ന മെഹറിനല്ല. അപ്പോൾ നമുക്ക് നമ്മളെ കുഞ്ഞു ജായ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഹന്ന മെഹറിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതാ പുഴയെന്ന് എരുത്ത് വാരി വന്നിട്ട് നമുക്ക് ഏട്ടന്മാരോട് ചോദിച്ചു നോക്കാം ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ടാണ്. അപ്പൊ ഇതെങ്ങനെയാ വരുന്നത് എന്ന് പറഞ്ഞുതരോ? കല്ലിന്റെ മുകളിൽ മറ്റിങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ട് വെള്ളം ഇങ്ങനെ പുഴയിൽ തട്ടി തട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വാരി വാരി എടുക്കാം. കൊണ്ടുപോകാൻ സാധനം ഇതിലുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ തന്നെയായിരുന്നു വീടും? ആ വീട്ടും ഇവിടെ തന്നെ. ഇത് സ്ഥിരം പരിപാടിയാ? സ്ഥിരം പരിപാടിയാണ്. സ്ഥിരം ഇത് വാങ്ങി വിൽക്കുന്നവരുണ്ട്. നമ്മള് പാട്ട് പാടും. പൊളിക്കൂലേ? അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ
മുഖബത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി അസ്രമുല്ല മണം വീശും കാറ്റി വന്ന മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടി മുഖബത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ മുഞ്ചു മികച്ച പ്രവാചകനെ തൻ സുന്ദരി ചെന്ന് വിളിച്ചില്ലേ ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ മുഞ്ചു മികച്ച പ്രവാചകനെ തൻ സുന്ദരി ചെന്ന് വിളിച്ചില്ലേ ഹക്കിര ദൂതരൊളിഞ്ഞകലുമ്പോൾ കന്യകൾ അന്താളിച്ചില്ലേ ലക്ഷ്യം തെറ്റിപ്പോയില്ലേ ആ തങ്ക കൈ മുറിഞ്ഞില്ലേ അസ്രമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി തത്സമയത്തിൻ ആക്ഷേപത്താൽ മത്സരമൊന്നു നടന്നില്ലേ തേൻകനി വെച്ച് മുറിക്കാനായി മംഗല കത്തിയെടുത്തില്ലേ തത്സമയത്തിൻ ആക്ഷേപത്താൽ മത്സരമൊന്നു നടന്നില്ലേ തേൻകനി വെച്ച് മുറിക്കാനായി മംഗല കത്തിയെടുത്തില്ലേ പൊന്നുളി യൂസുഫ് അടുത്തകലുമ്പോൾ കന്യകൾ അന്താളിച്ചില്ലേ ലക്ഷ്യം തെറ്റിപ്പോയില്ലേ ആ തങ്ക കൈ മുറിഞ്ഞില്ലേ അസ്രമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി എക്സ്പീരിയൻസ് പറയാം തോണിയിലുള്ള. അപ്പോൾ ഞങ്ങൾ തോണിക്കാരൻ ഷാലു എന്ന് പറഞ്ഞ ഏട്ടനാണ്. ഞാൻ ഇന്നേ വരെ തോണി കയറിയിട്ടില്ല കേട്ടോ. ഏട്ടൻ്റെ ഒരു ധൈര്യത്തിലാണ് കയറിയത്. എത്താതെ കയറിയിട്ടുണ്ടോ തോണിയിൽ? ആദ്യമായിട്ടാണല്ലേ? ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാ. മോളോ? ആണല്ലേ? അപ്പോൾ ഒക്കെ ഞങ്ങൾ ആദ്യ യാത്രക്കാരാണ്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ കയറാനാണ് ഭാഗ്യം. അപ്പോൾ ഏട്ടൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ഏട്ടനെ. അപ്പോൾ ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞ് ധൈര്യമായിട്ട് കയറുക, പേടിക്കൊന്നും വേണ്ടെന്ന് ഏട്ടൻ തന്ന ധൈര്യത്തിൽ കയറിയതാണ്. എനിക്ക് കരയ്ക്ക് അടുപ്പിച്ച തോണിയിൽ പോയി കയറാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷെ അത് എത്ര ദൂരം വന്ന് ഇവിടെ വൈകുന്നേരം കുറേ ആളുകൾ ഉണ്ടാവില്ല ഏട്ടാ? ഒരുപാട് ആളുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാരണം കൊണ്ടാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് തോന്നില്ലേ? അവിടെ ബോട്ടിംഗ് എന്നൊക്കെ എഴുതി വെച്ചേ. ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. 2 ബോട്ടിംഗ് ഉണ്ട്. പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കോവിഡ് കാരണം ആയതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചാ. അല്ലാതെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടാവില്ലേ ഏട്ടാ? ഇവിടെ ഫെസ്റ്റിവല് പാവൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടെ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ പാവൽ ഫെസ്റ്റ് പ്രാവശ്യം ഇല്ലല്ലോ അല്ലേ? അതുകൊണ്ട് നിർത്തി വെച്ചാണ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഈ ബണ്ടിന്റെ മുകളിലൊന്നും നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ. ഇത്രയും ജനങ്ങൾ വന്നു. അതല്ലേ ഇതിപ്പോ ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ ഇപ്പം പുതുക്കി പണിതാ? ഇതൊക്കെ ഈ അടുത്ത് ഈ അടുത്ത് സോളാർ ലൈറ്റ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ 2 ആഴ്ച ആയിട്ട് വന്നു. ലൈറ്റിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട്, വെളിച്ചത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് സോളാർ ലൈറ്റ് ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞു. 6 ലൈറ്റ് ആണല്ലേ? അതല്ലേ അവിടെ കാണുന്നത്? ഇത് പെരുന്ന് വരാൻ പറയാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് വരുന്നുണ്ടല്ലേ? അറിയാനൊന്നുമില്ല നമ്മള്. അപ്പൊ എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഏട്ടാ. ഞാൻ ഒരിക്കലും തോണി കയറുമെന്ന് വിചാരിച്ച ആളെയില്ല. ഇത് നീറായി ഉണ്ടാവും ഏട്ടാ? ആണേ? കടിച്ചു മുറിക്കൂ. പുഴ
പുഴേന്റെ ആയം കുറവ് ഈ സ്ഥലങ്ങളിൽ, അതല്ലേ ആളുകൾ ഇത്ര ധൈര്യത്തിന് ഇവിടെ ഇറങ്ങുന്നത്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സമയം വരികയാണ്. വെള്ളം ഇറക്കില്ല, അവിടെ ഒന്നും വെള്ളം ഇല്ലാത്ത ഒരു സമയം. ഇതെന്താ വരുന്നത്? വീടാ? ഒരു വീടാണ്, റിസോർട്ട് പോലെയാണ്. നല്ല വ്യൂ ആയിരിക്കില്ലേ പുഴയിലേക്ക്? നോക്കിയറിയേ, 2 കാലം ഒപ്പറ ഇറക്കണേ. ഒരു കാലി തോണിയിലും ഒരു കാലി പുഴയിലായി പോയത് കേട്ടോ. ഇറങ്ങുമ്പോ എന്നാ പാണ് നമ്മള് പോവാ. 2 കാലമായിട്ട് പറഞ്ഞ പുറത്ത് വെച്ചിട്ടാ. അങ്ങനെ ഞങ്ങള് തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മളെന്താ വെച്ചാൽ ഒരു കാലം തോണിയിൽ വെക്കുമ്പോ കാലം തിക്കുമ്പോ തോണിയെ കൂടെ പോകും. ടാറ്റ. സീന് നല്ലൊരു സീനല്ലേ. വ്യത്യസ്തമായ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.